അമേരിക്കയുടെ ഗ്ലോബൽ വെസ്റ്റ് ലോകത്തിന്റെ മുഴുവൻ എക്കണോമിയെയും കൊള്ളയടിച്ച് ലോകത്തെ മുഴുവൻ സമ്പത്തും സമാഹരിച്ച് ലോക സമ്പദ്ഘടനയും അതേപോലെ ലോക ആയുധം വിറ്റഴിച്ച് ലോകത്തെ മാർക്കറ്റാക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലോബൽ വെസ്റ്റിന്റെ ലീഡർ അമേരിക്കയാണ്. ആ അമേരിക്കക്കെതിരെ ചെറുത്തു നിൽക്കാൻ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ എതിരില്ല. ഉണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയന്റെ നല്ല കാലത്ത് അവരായിരുന്നു. സോവിയറ്റ് യൂണിയൻ വീണു. ചൈന ഇന്ന് മുതലാളിത്തത്തിലേക്ക് തിരിഞ്ഞു. നമ്മൾ ഇന്ന് ചൈനയെ ആവിക്കുന്ന ഈ മൊബൈലിന്റെ പേരിൽ ഓർക്കുന്നേ, അതിനപ്പുറത്തേക്ക് അത് പോയി. അപ്പൊ ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തെ ചെറുത്തു നിൽക്കാൻ പറ്റുന്ന ഒരു ബദൽ എന്ന നിലയിലാണ് അവരുടെ മുമ്പിൽ ഇസ്ലാം തീവ്രവാദം എന്ന് പറയുന്ന പൊളിറ്റിക്സ് വരുന്നത്. അതുകൊണ്ട് മുസ്ലിം അവനെ താടി വെച്ചാൽ ഭീകരവാദിയാണ്, പറന്നു ധരിച്ചാൽ തീവ്രവാദിയാണ്. ഒരു ഇസ്ലാമോ ഫോബിയയുടെ പൊളിറ്റിക്സ് അമേരിക്ക സ്പോൺസർ ചെയ്യുന്നു. ഇസ്രായേലിലേക്ക് നമുക്കറിയാം, അദ്വാനിയും അതേപോലെ ഇവിടുത്തെ BJP നേതാക്കന്മാർ, സംഘപരിവാർ നേതാക്കൾ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഇസ്രായേലിൽ പോയത്. ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കുന്നതിനകത്ത് ഇന്ന് ഇസ്രായേലിന് പങ്കുണ്ട്. അമേരിക്ക ഇസ്രായേൽ ഗ്ലോബൽ കൂട്ടുകെട്ടിലൂടെ ലോകത്തെമ്പാടും ഒരു അപരത്വം ഉണ്ടാക്കുക, ഒരു വിഭാഗത്തെ ഇല്ലാതാക്കണം. തങ്ങളുടെ ആധിപത്യത്തിനെതിരാണ്. ഉടനെ വിളിക്കാൻ എളുപ്പം എന്താ? പേയില്ലാത്ത പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ച് തല്ലിക്കൊന്നാൽ ആരും ചോദിക്കുകയില്ലല്ലോ. എക്സാക്ട്ലി ഇവിടെ നടക്കുന്നതാണ്.